ഒരു സമയത്ത് തുടർച്ചയായി പരാജയ സിനിമകൾ. പലരും അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചെന്ന് കരുതി. പക്ഷേ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വിശ്വസനീയരായ നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി. ഈ വലിയ തിരിച്ചുവരവ് എങ്ങനെ സാധിച്ചു? നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസിഫ് അലി എങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കംബാക്ക് സ്റ്റോറീസിൽ ഒന്നിൻ്റെ ഉടമയായി മാറി എന്നതിനെക്കുറിച്ചാണ്. തുടക്കകാലം മുതൽ ഇന്നത്തെ വിജയങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ സിനിമാ യാത്ര നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആസിഫ് അലിയുടെ സിനിമയിലെ തുടക്കകാലം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. ആസിഫ് അലി സിനിമയിലേക്ക് എത്തിയത് യുവതലമുറയുടെ പ്രതീക്ഷയുള്ള നടനായിട്ടായിരുന്നു. ആദ്യകാല സിനിമകളിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ച പല സിനിമകളിലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. എന്നിരുന്നാലും അദ്ദേഹം അഭിനയത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോയില്ല. ഒരു ഘട്ടത്തിൽ തുടർച്ചയായ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അതോടെ ആസിഫ് അലിയുടെ കരിയർ അവസാനിച്ചോ എന്ന ചോദ്യങ്ങൾ പോലും ഉയർന്നു. പക്ഷേ അദ്ദേഹം നിരാശപ്പെടാതെ പുതിയ കഥാപാത്രങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. ആസിഫ് അലിയുടെ സിനിമാ ജീവിതത്തിലെ മാറ്റം എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. വിജയം നേടാൻ സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ മാറ്റം വരുത്തി. നായക കഥാപാത്രങ്ങൾ മാത്രമല്ല, കഥയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകളും അദ്ദേഹം സ്വീകരിച്ചു. ഈ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്. തുടർന്ന് വന്ന സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് മികച്ച പ്രതികരണം ലഭിച്ചു. ഓരോ കഥാപാത്രത്തിലും പുതുമ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അതോടെ പ്രേക്ഷകരുടെ സംവിധായകരുടെയും വിശ്വാസം വീണ്ടും ആസിഫ് അലി നേടിയെടുത്തു. ആസിഫ് അലിയുടെ വിജയത്തിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോയത്, കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വന്ന മാറ്റം, തുടർച്ചയായി അഭിനയത്തിൽ സ്വയം മെച്ചപ്പെടുത്തിയത്. ഇവയാണ് അദ്ദേഹത്തിനെ വീണ്ടും മുൻനിരയിലേക്ക് എത്തിച്ചത്. ഒരു നടൻ്റെ കരിയറിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. പക്ഷേ പരാജയത്തിന് ശേഷം വീണ്ടും ഉയർന്നു വരാനുള്ള മനസ്സാണ് യഥാർത്ഥ വിജയികളെ വേറിട്ടു നിർത്തുന്നത്. ആസിഫ് അലിയുടെ സിനിമയാത്ര അതിന് മികച്ച ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആസിഫ് അലിയുടെ സിനിമ ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള സിനിമാ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.